എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറിലേക്ക് സ്വാഗതം. ഉത്തരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2025 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഉത്തരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2025 എങ്ങനെയാണ് എന്ന് നോക്കാം. Five of Cups energy, Knight of Wands, Devil, Seven of Cups, Hermit and High Priestess energy. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ 5 of Cups energy കണക്ഷൻസ് ആണ്. അപ്പോൾ ജീവിതത്തിൽ ഒത്തിരി അപമാനങ്ങൾ അല്ലെങ്കിൽ ഒത്തിരി സങ്കടങ്ങൾ, ഒത്തിരി നെഗറ്റിവിറ്റീസൊക്കെ അനുഭവിച്ചിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ ഒത്തിരി സമാധാനത്തിൻ്റെയും സ്വസ്ഥതയുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു സമയം എന്ന് പറയാം. നിങ്ങളൊരു ഫിനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേൽക്കുന്ന സമയമാണ്. പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കുറച്ച് നാളുകളായിട്ട് ഭയങ്കര ആങ്സൈറ്റിയും സ്ട്രെസ്സും ഈവൻ പാനിക് അറ്റാക്കൊക്കെ ഉണ്ടായിട്ടുള്ളവർ മാനസികമായിട്ട് നിങ്ങൾ ഒത്തിരി അതിനെയൊക്കെ തരണം ചെയ്ത് നിങ്ങളുടെ വൈകാരികമായിട്ടുള്ള ഭാവങ്ങളിൽ മാറ്റം വരുന്നുണ്ട്. മാനസികമായിട്ട് നിങ്ങൾ വളരെയധികം നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് ഒത്തുചേർന്ന് പോകാൻ, അതിനെ എങ്ങനെ അതിജീവിക്കാം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നു. ചില ആളുകൾ ഒരു സൈക്കോളജിസ്റ്റ്, സൈക്കാട്രിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി കൗൺസിലിങ്ങിലൂടെ ജീവിതത്തെ തിരിച്ചു പിടിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ ഇത് ഭയങ്കരമായിട്ടൊരു വിഷാദ അന്തരീക്ഷത്തിലേക്ക് നിങ്ങൾ മുങ്ങിപ്പോകുന്ന ഒരു സമയത്ത് നിങ്ങൾ തിരിച്ച് വരികയാണ്. അപ്പോൾ കാരണം ഇവിടെ ചില ആളുകളിൽ ഒരു സങ്കടകരമായിട്ടുള്ള സാഹചര്യം, പ്രത്യേകിച്ച് ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ വന്നിട്ടുള്ളവർ, നിങ്ങൾ ട്രോമാസ് അനുഭവിക്കുന്നത്, ചുറ്റുപാടുമുള്ള ആളുകൾ നിങ്ങൾ ഒത്തിരി ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് പഴി പറയുന്ന, നിങ്ങൾ കുറച്ചധികം നാളായിട്ട് എപ്പോഴും പഴിയാണ് മറ്റുള്ളവർ നിങ്ങൾ ചെയ്യുന്നതിനെ കുറ്റം ചാർത്തുന്ന, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ, അതായത് മീഡിയ അറ്റാക്സ് ഭയങ്കരമായിട്ട് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഇതിൽ നിന്നൊക്കെ നിങ്ങൾ ഒത്തിരി തളർന്നു പോയിട്ട്, പുറത്ത് കാണിക്കുന്നില്ലെങ്കിലും ഒത്തിരി തളർന്നു പോയിട്ടുള്ളവരാണ്. അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കുന്നു, അല്ലെങ്കിൽ വിവാഹമോചനം, പ്രണയനൈരാശ്യം, ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളവർ അതിൽ നിന്നൊക്കെ ഭയങ്കരമായിട്ട് അതിൽ അഫക്റ്റഡ് ആയിട്ടുണ്ടാവും. പുറത്ത് കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, പക്ഷെ അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കിടക്കുകയാണ് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മാസം നിങ്ങൾക്ക് ഒത്തിരി പ്രത്യേകതകളുള്ളൊരു മാസമാണ്. കാരണം നിങ്ങൾ ഇവിടെ ഒത്തിരി നെഗറ്റിവിറ്റീസ് അനുഭവിച്ചൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കിടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒത്തിരി പിന്നെ പല പുതിയ കാര്യങ്ങളിലും നിങ്ങൾ, അതായത് പുതിയത് എന്തെങ്കിലുമൊക്കെ പരീക്ഷിക്കാനാണ് ജീവിതത്തിൽ. പുതിയ ബന്ധം അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് തന്നെ ആയിരിക്കണം എന്നില്ല, വേറെ എന്താണെങ്കിലും പുതിയ കാര്യങ്ങൾക്ക് അത് പരീക്ഷിക്കാൻ നിങ്ങൾക്ക് ഭയമായിരിക്കും. പരീക്ഷിക്കുക എന്നുള്ള ശ്രമിക്കാൻ ഭയമായിരിക്കും. അപ്പോൾ അതൊക്കെ പതുക്കെ നിങ്ങൾ മാറ്റിയെടുക്കുകയാണ്. ഇത് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും പുതിയ എന്തെങ്കിലും ബന്ധങ്ങൾ തുടങ്ങാനായിട്ട് നിങ്ങൾക്ക് ഭയമാണ്. അത്രത്തോളം നിങ്ങളെ ആ ഒരു റിലേഷൻഷിപ്പ് വ്രണപ്പെടുത്തിയിട്ടുണ്ടാവാം. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ മാരേജിനോട് ഭയപ്പെടുന്ന ആളുകളുണ്ടാവും, ആ ഒരു ഫോബിയ. കാരണം നിങ്ങളുടെ ഫാമിലി ലൈഫ്, അതായത് നിങ്ങളുടെ അച്ഛനമ്മമാർ തമ്മിൽ അങ്ങനത്തെ ഒരു എപ്പോഴും വഴക്കോ പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ ഡിവോഴ്സ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ച നിങ്ങളുടെ സിസ്റ്ററോ ബ്രദറോ അവരുടെ ലൈഫൊക്കെ കണ്ടിട്ടാവാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ അതിനെയൊക്കെ അതിജീവിച്ച് പുറത്തേക്ക് വരുന്ന ഒരു എനർജിയാണ്. അതേപോലെ നൈറ്റ് ഓഫ് വോൺസ് എനർജിയാണ്. ജോലി സംബന്ധമായിട്ട് കരിയർ റിലേറ്റഡ് ആയിട്ട് ഒത്തിരി നല്ല സമയമാണ്. നിങ്ങൾ അതായത് നിങ്ങൾ വർക്ക് ചെയ്യുന്നിടത്ത് നിങ്ങൾക്ക് ആ ഒരു വാല്യൂ, അതായത് ചെയ്ത വർക്കിനനുസരിച്ചിട്ടുള്ള ആ ഒരു വാല്യൂ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വാല്യൂ ലഭിക്കുന്നൊരു സമയം എന്ന് തന്നെ പറയാം. അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എങ്ങനെയാണതെന്നുള്ളത് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു വാല്യൂ നിങ്ങൾക്ക് ലൈഫിൽ ലഭിക്കുന്നു എന്നുള്ളത്. എന്തായാലും ആ ഒരു തരത്തിലുള്ള ജീവിതത്തിൽ, അതായത് നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ജീവിതത്തിലേക്ക് നിങ്ങൾ പോവുകയാണ്. കരിയർ ഓറിയൻറ്റഡ് ആയിട്ടിരിക്കുന്നവർ, കരിയർ ഇഷ്ടപ്പെടുന്നവർ, കരിയറിൽ ഒത്തിരി മുന്നേറാൻ പറ്റിയ ഒരു അവസരങ്ങൾ ഈ ഒരു മാസത്തിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി നിങ്ങളുടെ ചിലപ്പോൾ മേലധികാരികൾ, ബോസ് ഒരു പക്ഷേ കുറച്ച് പാർഷ്യാലിറ്റി കാണിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഫേവറേറ്റിസൊക്കെ കാണിക്കുന്നവരായിരിക്കും. അവർക്ക് ഇഷ്ടമുള്ളവരെ മാത്രം മുകളിലേക്ക് കടത്തിവിടുക, നിങ്ങളെപ്പോഴും തഴയുന്ന രീതിയാണെങ്കിൽ അപ്പോൾ അതിലൊക്കെ മാറ്റം വരുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ കരിയറിൽ മാറ്റം വരുന്നത് ഒത്തിരി തൃപ്തി തരുന്ന കാര്യമാണ്. അതിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒത്തിരി മുന്നോട്ടേക്ക് പോകാൻ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടാനൊക്കെ നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ കരിയറിൽ ഒരു ഗ്രോത്ത്, പ്രമോഷൻ കാര്യങ്ങൾ വരുന്നുണ്ട്. അത് ഒത്തിരി തൃപ്തി തരുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഡെവൽ മൊമെൻറ്റ്,
നിങ്ങൾ ഒത്തിരി, അതായത് നിങ്ങളെ തന്നെ ഒത്തിരി എവിടെയോ തളച്ചിടുന്ന, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നു എന്നുള്ളൊരു ഫീലിംഗ് നിങ്ങളിലുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില ആളുകളും അവരുടെ പാരൻസ് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള ചില ആളുകളും നിന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് കൊച്ചിലേ മുതൽ പറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളെക്കൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്തയിലേക്ക് വരുന്ന ഒരു സമയമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നത്. അതേപോലെ തന്നെ ലൈഫ്, അതായത് നിങ്ങളുടെ ജീവിതം എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നോ അത് നിങ്ങളുടെ മനസ്സിൽ ആ ഒരു രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ല. അപ്പോൾ നിങ്ങൾ പതുക്കെ ഈ മാറ്റങ്ങൾ ജീവിതത്തിൽ വരുന്നുണ്ട്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ചില ആളുകളുടെ സഹായത്തോടു കൂടി ജീവിതം തിരിച്ചു പിടിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ചില ആളുകളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ചില ദുശീലങ്ങളായിരിക്കാം. അത് ഇപ്പം വലിയ രീതിയിൽ നമ്മളിപ്പോൾ ദുശീലം എന്ന് പറയുന്ന സിഗരറ്റ് വലിക്കുക, കള്ളുകുടിക്കുക, ആ ഒരു രീതിയിൽ ചില ആളുകൾ പറയാറുണ്ട്. അത് മിതമായിട്ടുള്ള രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അതൊരു പൂർണ്ണമായിട്ട് നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷേ നിങ്ങളുടെ എന്ന് വെച്ചാൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചില ഫോൺ അഡിക്ഷൻ ആവാം, വീഡിയോ ഗെയിംസ്, അത് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള അഡിക്ഷൻസ് കാര്യങ്ങൾ നിങ്ങളുണ്ടാവുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ അങ്ങനെയുള്ള ദുശീലങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ, പിന്നെ എക്സസൈസ് തീരെ ചെയ്യുന്നുണ്ടാവില്ല, നിങ്ങൾ ഒട്ടും ആക്റ്റീവ് അല്ലായിരിക്കും, നിങ്ങൾ കുറച്ചുകൂടി ആക്റ്റീവാണ്, എക്സസൈസ് ചെയ്യുന്നത്, ഭക്ഷണ രീതിയിൽ നിങ്ങൾ വ്യത്യാസം വരുത്തുന്നു. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തെ നല്ല രീതിയിൽ മാറ്റാൻ നിങ്ങൾക്ക് സഹായിക്കും. അതായത് നിങ്ങൾ ഒരിടത്ത് സ്റ്റക്കാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളവിടെ സ്റ്റക്കാവുന്നത്. ജീവിതം മുന്നോട്ടേക്ക് പോവുകയാണ്, അതോടൊപ്പം നമ്മൾ മുന്നോട്ടേക്ക് പോകണം എന്നുള്ളതാണ്. ലൈഫ് സ്റ്റക്കല്ല, നമ്മളാണ് സ്റ്റക്ക് എന്നുള്ളതാണ്. അപ്പോൾ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ്. നിങ്ങൾ ഒരിടത്തും സ്റ്റക്കല്ല എന്ന ചിന്തയിലേക്ക് നിങ്ങൾ ആ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് സൂചിപ്പിക്കുന്നത്. 7 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്, സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്ന സമയമാണ്. പക്ഷേ നിങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് കോടീശ്വരനാവുന്ന എനർജി അല്ല, സ്റ്റേബിൾ ആയിട്ടുള്ള ഗ്രോത്ത് ആണ്. സ്റ്റേബിൾ ആയിട്ടുള്ള ഗ്രോത്ത് എന്ന് പറയുമ്പോൾ എപ്പോഴും സ്ഥിരത ഉണ്ടാവുന്ന ഒരു ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ അത് നിലനിൽക്കുന്നതായിരിക്കും. ഇപ്പോൾ പെട്ടെന്നൊരു മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പീക്ക് ഉണ്ടായാൽ അതേപോലെ തന്നെ താഴത്തോട്ട് വരാം. എല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്നില്ല. പക്ഷെ ഒരു പരിധിവരെയുള്ള ആളുകൾ പെട്ടെന്ന് ഉയർച്ചയിലേക്ക് പോയി എന്ത് ചെയ്യണമെന്നറിയാതെ അവർ അബദ്ധങ്ങൾ കാണിച്ച് പെട്ടെന്ന് തന്നെ താഴത്തോട്ടേക്ക് വരാം. പക്ഷേ ഇവിടെ ഒരു സ്റ്റഡി ആയിട്ടുള്ളൊരു ഗ്രോത്ത് ആയതുകൊണ്ട് തന്നെ അത് നിലനിൽക്കും. അത് കാലാകാലം നിലനിൽക്കുന്ന ഒരു വളർച്ചയാണ് സാമ്പത്തിക കാര്യത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ പലരെ സംബന്ധിച്ചിടത്തോളം ഫിനാൻഷ്യലി കുറച്ച് ഇൻഡിപെൻഡൻ്റ് ആകുന്നു. അതോടൊപ്പം തന്നെ ഫിനാൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് സംബന്ധിച്ച് മ്യൂച്വൽ ഫണ്ട്സ്, ഷെയർസ് കാര്യങ്ങളായിരിക്കും. അപ്പോൾ ബാങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇതിനു മുമ്പ് അതിലൊന്നും താല്പര്യം പ്രകടിപ്പിക്കാത്തവർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. അതേപോലെ ആത്മീയ കാര്യങ്ങളും താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാസം എന്ന് പറയുന്നത് ഒരു മാനസികമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള ബന്ധങ്ങളിൽ നിങ്ങൾ വീണ്ടും തിരിച്ചു വരുന്നു. സാമ്പത്തിക നേട്ടം, ജോലി സംബന്ധമായിട്ട്, ഇതോടൊപ്പം തന്നെ നിങ്ങൾ സ്പിരിച്വലിയും കണക്റ്റഡ് ആവുന്നുണ്ട്. അപ്പോൾ ആത്മീയ കാര്യങ്ങളിലാവാം ചില ആളുകൾ, ദൈവിക കാര്യങ്ങൾ. അപ്പോൾ സ്പിരിച്വാലിറ്റിയും ആത്മീയതയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യം. ഇവിടെ ചില ആളുകൾ നിങ്ങൾ പരിചയപ്പെടുന്ന ചിലപ്പോൾ ചില പുതിയ സുഹൃത്തുക്കളായിരിക്കാം. അവർ കുറേ തത്വചിന്തകളും ഒത്തിരി ഫിലോസഫീസ് കാര്യങ്ങളൊക്കെ പറയുന്നവർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ താല്പര്യമുള്ളവരായിരിക്കും. അപ്പോൾ അവർ നിങ്ങളെ ഇങ്ങനെയുള്ള വഴികളിലൂടെ നയിക്കുന്നുണ്ടാവും. കാരണം നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യത്തിൽ മാറി നിൽക്കുന്നത് അതൊക്കെ അതിനെയൊക്കെ പുച്ഛിച്ച് തള്ളിയിരുന്ന ഒരു വ്യക്തി ആയിരിക്കാം. കാരണം നിങ്ങളുടെ സംസർഗം അതേപോലെ ആയിരുന്നുകൊണ്ട്. പക്ഷേ ഇങ്ങനെയുള്ളൊരു വ്യക്തിയെ പരിചയപ്പെടുമ്പോൾ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ശരിയായിട്ടുള്ള രീതിയിൽ ആത്മീയത എന്താണ് നിങ്ങൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ടോട്ടലി ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആവുന്നുണ്ട്. ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്. അപ്പോൾ വെളുപ്പും കറുപ്പും എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയാണ്. ലൈഫിൽ എല്ലാം അനിവാര്യം. അതായത് സമ്പത്തും സ്വത്തും ജോലിയും മാത്രമല്ല, മാനസിക തൃപ്തിക്ക് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളും താല്പര്യം നിങ്ങൾ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഹീലിംഗ് കാര്യങ്ങളൊക്കെ, ഇപ്പോൾ റേക്കി ഹീലിംഗ് കാര്യങ്ങളൊക്കെ പഠിക്കാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളുടെ മാനസിക ആരോഗ്യത്തിന് അത് വളരെ അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ വീട്ടമ്മമാർ, റിട്ടയർമെൻറ്റ് ഫേസിൽ നിൽക്കുന്നവർ, അതായത് നിങ്ങൾ ഫാമിലിയിൽ ഒറ്റയ്ക്ക് കൂടുതൽ സമയം ചിലവഴിക്കുന്നവരാണ്. അവർ ഒറ്റപ്പെടലിൽ നിന്ന് മാറി നിൽക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരികയും പിന്നീട് ഒരു വളരെ ശാന്തമായിട്ടുള്ള മനസ്സിന് തൃപ്തി തരുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് പോകാൻ പറ്റുന്നു എന്നുള്ളതൊക്കെ
നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു മാസത്തിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.